ഗൈസ്, അപ്പത്തെ രാവിലെ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് പോകട്ടോ. നമ്മളിവിടെ അടുത്ത് ഏത് സ്കൂളിലാണ് പോകുന്നത്? മച്ചയാട്. എവിടെയാണോ ചെറുതിലൊക്കെ പഠിച്ചത്? വാ, ഇവിടെ അടുത്ത് തന്നെയാണ്. എന്നാലും നമുക്ക് ഇച്ചിരി ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ അങ്ങോട്ട് പോകാം. അയ്യോ, അവിടെ ബ്ലോക്ക് അടിച്ചിരിക്കുകയാണല്ലോ. അതെന്താ പറ്റി? ഇപ്പം നമ്മൾ ഏത് വഴി പോകും? എന്നിട്ട് ആ സ്കൂളിൽ ഏത് ക്ലാസ്സിലേക്കാ പഠിച്ചേ? നമ്മൾ പുതിയ വഴിയിലൂടെ കേട്ടോ പോകുന്നേ. ഈ വഴിയല്ലേ? വേറെ വഴിയപ്പം പഴയ സ്കൂളിലോട്ടൊക്കെ ചെല്ലുമ്പം ഒത്തിരി ഓർമ്മകളൊക്കെ ഉണ്ടോ? പഴയ സ്കൂളിലോട്ടൊക്കെ ചെല്ലുമ്പോഴേ എന്താണ് നിങ്ങളുടെ ഒരു ഫീല്? പഴയ സ്കൂളിൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. അതാരാ ഭാഗ്യലക്ഷ്മി? ഞങ്ങളുടെ കൂടെ പഠിച്ച നല്ല വെളുത്ത സുന്ദരിയായ ഒരു കുട്ടിയായിരുന്നു ഭാഗ്യലക്ഷ്മി. ഇതിന്റെ ശിക്ഷ ഭാഗ്യലക്ഷ്മി എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ ശിക്ഷ ഇന്ന് വോട്ട് ചെയ്തതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും. കൊള്ളാം. ഞങ്ങള് പോണ വഴിയെല്ലാം റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മള് കോട്ടയത്തോട്ട് പോണ വഴി റോഡില് നമ്മള് കേറി. അല്ല, ഇതേത് വഴിയാ? ഇതേത് വഴിയാ ഇവിടെ? മന്ദിരംകലിങ്ക് മച്ചാട് സ്കൂൾ. അതുവഴി അങ്ങോട്ട് പോവാം വിചാരിച്ചു. ഭയങ്കര ആളാന്ന് പറഞ്ഞാലും പക്ഷെ ഒരാൾ പോലും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും താമസിച്ചൊക്കെ പിന്നെ വരുവുള്ളൂ. അപ്പോഴത്തേ ഗൈസ്, ഇതാണ് എൻ്റെ ഹസ്ബൻഡ് പഠിച്ച സ്കൂൾ കേട്ടോ. 1 2 തോന്നുന്നത്. എന്തായാലും നമ്മൾ ചെറുതിലെയൊക്കെ പഠിച്ച സ്കൂളൊക്കെ കാണുമ്പോഴേ നമുക്കൊരു പഴയകാല ഓർമ്മകളൊക്കെ നമുക്ക് തിരിച്ച് നമ്മുടെ മെമ്മറിയിലേക്ക് വരുമല്ലോ. അപ്പോൾ ഓട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൻ്റെ പുറകുവശത്തൂടെ ഒരു ക്ലാസ് മുറിയുടെ വരിക്കുകയാണ് ഇറങ്ങി തിരിച്ചു വന്നത് കേട്ടോ. അപ്പം സ്കൂളിൻ്റെ ബാക്ക് വശമൊക്കെയാണ് ഇതൊക്കെ. നല്ല ഭംഗിയായിട്ട് ഇവിടെ പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒരു ഊഞ്ഞാലുള്ളതല്ലേ. അപ്പം ഞാനും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആടിയേക്കാന്ന് വിചാരിച്ച് ചുമ്മാ ഒന്ന് ആടി കേട്ടോ. ഞാൻ ആ ഊഞ്ഞാലയിൽ ആടുന്ന കണ്ടപ്പോൾ നമ്മുടെ സ്വന്തം ശോഭന ചേച്ചിയുടെ ഹസ്ബൻഡ് വന്ന് എന്നെ ഒന്ന് കളിയാക്കിയതാണ് കേട്ടോ. ആ ഊഞ്ഞാൽ പൊട്ടിയോ എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ അവിടെ ഒരു പള്ളി കാണാവേ, മച്ചാട് പള്ളി. ഇതിലും വഴിക്കാണോ നിങ്ങൾ ചെറുതിലെ ഓടിച്ചാടി നടന്നത്? പറയൂ, ഇങ്ങോട്ട് നോക്കിയേ, പറ. ഇവിടെ നോക്ക്. ആ പള്ളിയുടെ പുതിയൊരു കവാടം നിർമ്മിക്കുന്നതാണ് ഇത് കേട്ടോ. അങ്ങനെ നമ്മുടെ വോട്ട് പാഴായിട്ടില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ.